ഇന്ന് വളരെ ദുഃഖത്തിലാഴ്ത്തിയൊരു സംഭവം ഉണ്ടായി. ആശുപത്രിൻ്റെ മുമ്പിൽ ഹോണടി കേട്ടു. ഞാൻ വേഗം ഓടിച്ചെന്നു. കാറിൽ നിന്നിറക്കിയ ആ ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി റൂമിലേക്ക് ആനയിക്കാൻ ഞാനും ഉണ്ട് കൂടെ. അപ്പോഴും അവിടെ നിന്ന് ആരോ വിളിച്ച് പറയുന്നുണ്ട്, എവിടെ ഡോക്ടർ. ഡോക്ടറും പൾസൊക്കെ നോക്കി അവരെ കൂടെ ഉണ്ട്. എന്നാലും അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, ഇതാ ഡോക്ടർ നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് മനസ്സിലായി പൾസൊന്നും കിട്ടിയില്ല. എന്നാലും CPR കൊടുക്കാൻ ശ്രമിച്ചു നോക്കി. നാവ് പുറത്തോട്ട് ചാടി നിൽക്കുന്നത് കണ്ടപ്പോഴേ തോന്നി, ഇതൊരു സൂയിസൈഡ് കേസാണല്ലോ. ഏതൊരു പരിചിത മുഖമാണ് കണ്ടിട്ട്. വളരെ ഹാപ്പിയായി വരുന്നൊരു ചെറുപ്പക്കാരൻ്റെ മുഖമാണ്. ആ തലയിലും എന്തോ സമ്മർദ്ദങ്ങളുണ്ടാവും. ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു മനുഷ്യനെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. അതൊരു മഹാപാപം എന്നൊന്നും പറയരുത്. കാരണം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് ആ ഒരു നിമിഷത്തിൽ ഉണ്ടാകുന്നൊരു തോന്നലാണ്. എൻ്റെ ജീവിതത്തിൽ മുമ്പിലേക്ക് ഒരുപാട് ബാധ്യതകളും ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റ് ജീവിത പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ വാല്യൂ സ്വയം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൻ്റെ പകുതി ഭാഗത്ത് അപ്രതീക്ഷിതമായി തോന്നിപ്പോകുന്നൊരു തോന്നൽ, ചിലർ അത് പ്രാക്ടിക്കലാക്കുന്നു, ചിലർ ആ സമയവും കടന്ന് മുന്നോട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ. നല്ല മനുഷ്യന്മാർ തന്നെയാണ് അവരൊക്കെ. ചിലരൊക്കെ പറയും, ആത്മഹത്യ ചെയ്തവൻ മഹാഭാവിയാണെന്ന്. ഒരിക്കലും പറയരുത്. ഒരിക്കലും പറയരുത്. നിഷ്കളങ്കരും നിസ്സഹായരുമായ മനുഷ്യരാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒന്ന് പൊരുതി നോക്കാൻ വേണ്ടി മടിച്ചു നിൽക്കുന്ന മനുഷ്യരാണ് അവർ. മനസ്സിലായത്? തൻ്റെ മൂല്യങ്ങൾ, തനിക്കുള്ള ബാധ്യതകളെക്കാളും തനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും താനെന്ന വ്യക്തിയുടെ ജീവന് വിലയുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകുന്നൊരു നിമിഷത്തിൽ ആർക്കും സംഭവിച്ചു പോകാവുന്നൊരു സംഭവമാണ് ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ. ആ ചെറുപ്പക്കാരൻ്റെ അറിയുന്ന പലരോടും ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? അപ്പോൾ ജോലി സ്ഥലത്ത് എങ്ങനെ ആരോ പറഞ്ഞു എന്തോ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നെന്തോ പറഞ്ഞു. അറിയില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എങ്കിലും ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഒരു സാമ്പത്തിക ബാധ്യതയോ കടമോ ഇല്ലാതെ കടമോ ഉള്ളതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര പേർ ആത്മഹത്യ ചെയ്യേണ്ടി വരും? എനിക്ക് തോന്നുന്നു ഒരു 85-90% മനുഷ്യന്മാർക്കും കടവും ബാധ്യതകളും ഉള്ളവർ തന്നെയായിരിക്കും. അതൊന്നുമില്ലാതെ ജീവിതത്തിന് ഒരർത്ഥം വരില്ല. നമ്മൾ സാമൂഹിക ജീവിയാണ് എന്ന് ഒരു ബോധ്യം ഉണ്ടാകുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കാനും കടം വാങ്ങാനും തലമുറകളിലേക്ക് വീട്ടലിൻ്റെ ബാധ്യതകൾ കൈമാറാനും ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു കുടുംബം എങ്ങനെ തിരിച്ചറിയാം? തീർച്ചയായും ആ ഒരു സഹോദരൻ ആ ഒരു നിമിഷത്തിൽ ഉണ്ടായ ആ തോന്നൽ അതവൻ്റെ മരണത്തിലേക്ക് കലാശിച്ചെങ്കിലും അതൊന്നും ആ നല്ല മനുഷ്യനെ നല്ലതല്ലാതാക്കുന്നില്ല. ആ നിമിഷത്തെ തോന്നൽ അത് സ്വയം മറന്നു പോകുന്നൊരു തോന്നലാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തലയിലേക്കോടെ വരുമ്പം സ്വന്തം ജീവിതത്തിൻ്റെ മൂല്യം ഒരു നിമിഷം മറന്നു പോകുമ്പോൾ സംഭവിച്ചു പോകുന്ന ഒന്നാണ്. ആ മനുഷ്യൻ്റെ യാത്ര കാരുണ്യവാൻ്റെ സ്വർഗത്തിലേക്കാവട്ടെ എന്ന് ഞാൻ കാരുണ്യവാനോട് പ്രാർത്ഥിക്കുന്നു.